ഹലോ ഗഡീസ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല ലെങ്തി ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി ഇതിലേക്ക് പാർട്ട് ചെയ്തിട്ട് 2 പാട്ടാക്കിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമൊക്കെ ആയി. എന്നാലും പിന്നെ നമ്മൾ എടുത്തു വെച്ച വ്ളോഗല്ലേ, അപ്ലോഡ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇവിടേക്ക് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി വന്നപ്പോൾ ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഓവൻ്റെ മേലെ ഭാഗമൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ മേലെ കുറേ മസാല ഐറ്റംസും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒറിഗാനോ അങ്ങനത്തെ സാധനങ്ങളിലേക്ക് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെയാണ് നോക്കി അങ്ങോട്ടേക്ക് വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആദ്യം വിചാരിച്ചു മേലെ വെറുതെ ഒന്ന് പൊടി തട്ടിയാലോ എന്ന് കേട്ടോ. അങ്ങനെയാണ് ആദ്യം കരുതിയത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് എല്ലാം തട്ടി അങ്ങോട്ട് ശരിയാക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ആ ഭാഗം മുഴുവൻ ഒതുക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഓവനൊന്ന് മാറ്റി വെച്ചിട്ട് തുടച്ചാലോ എന്ന് കേട്ടോ. അപ്പോൾ ഓവൻ്റെ പിന്നിലാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഇല്ലാത്ത എല്ലാ സാധനങ്ങളും, രഹസ്യ സാധനങ്ങളും മുഴുവൻ അതിൻ്റെ പിന്നിലാണ് കൊണ്ടുപോയി കുത്തിച്ചാരി വെക്കുന്നത്. അതാകുമ്പോൾ കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ വീണ്ടും ക്ലീൻ ചെയ്ത് തുടച്ച് പിടിച്ച് വീണ്ടും ഓവൻ അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. സത്യത്തിൽ ഈ ഓവൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. ഇത് വാങ്ങുമ്പോൾ ഞാൻ ഏതാണ്ട് ബേക്കറാവും, ഏതാണ്ട് വലിയ കേക്ക് ഉണ്ടാക്കി ഞാൻ എല്ലാ ആഴ്ചയും കേക്ക് ഉണ്ടാക്കുന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതെല്ലാം തകർന്നു പോയി. ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന കാര്യങ്ങളൊന്നല്ല. ഇത് വെറുതെ വെള്ളം ചൂടാക്കാനും ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നുള്ളൂ. ആക്ച്വലി ഇത് വാങ്ങിച്ച് പിന്നെ ഞാൻ കേക്ക് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഗ്യാസിലുണ്ടാക്കുന്ന പോലും ഞാൻ ഉണ്ടാക്കാണ്ടായി എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിലെല്ലാം ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് അടുക്കളയിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അപ്പോഴത്തേക്കും നിലത്തൊക്കെ ആകെ പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പഴക്കച്ചവടക്കാരൻ വന്നത്. അപ്പോൾ ഞാനത് അവിടെ ഇട്ടിട്ട് ഓടി ഇങ്ങോട്ട് പോന്നു. ആക്ച്വലി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇവൻ്റെ കയ്യിൽ വെറൈറ്റി പഴങ്ങളുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് 1-2 ഐറ്റമൊക്കെ ഞാൻ മേടിച്ച് പോന്നു. ഇത് കണ്ടോ, നല്ല റെഡ് കളറുള്ള പഴം. ഇതിൻ്റെ പേര് കദളിപ്പഴം എന്നാണെന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ. ഞാൻ വാങ്ങിക്കാറൊന്നുമില്ല, എന്നും കാണുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കും. ഇനി അടുത്ത തവണയാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പഴത്തിനൊക്കെ ഇപ്പോൾ വില കൂടിയിരിക്കുകയാണല്ലേ. ഞാൻ ആക്ച്വലി ബിൽ പേ ചെയ്തപ്പോഴാണ് അത് ഓർത്തത് കേട്ടോ. അങ്ങനെ തിരിച്ചു വന്ന് കുറേ തുണികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് മടക്കി അതത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടി അവസാനിച്ചു. അങ്ങനെ ഓരോരോ ജോലികളായിട്ട് തീർത്ത് വരികയായിരുന്നു. അങ്ങനെ പിന്നെ ബാത്റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പേടിച്ചിട്ടാണ് ഇത് കഴുകാൻ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വിചാരിച്ച പോലെയല്ല, നല്ലപോലെ ഒന്ന് വേർത്ത് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയപ്പോഴത്തേക്കും എല്ലാം നീറ്റായിട്ട് വന്നു കേട്ടോ. വാഷ് ബേസിനൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ കിടന്നിരുന്നത് എല്ലാം പോയി, നല്ല നീറ്റായിട്ടുണ്ട്. ഇപ്പോഴാണ് ആക്ച്വലി എനിക്ക് ബാത്റൂം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത്. ഈ വ്ളോഗ് എടുക്കുമ്പോൾ കൂടി ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ടതിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയിട്ട് എൻ്റെ പഴയ ബാത്റൂമായി കിട്ടിയല്ലോ എന്നുള്ളത്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണി മടക്കാണ് കേട്ടോ. കുറേ തുണിയുണ്ട്, 2 സെറ്റ് തുണി ഇതേ കൂടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഒരു സെറ്റ് ഞാനിപ്പോൾ വീണ്ടും അലക്കാനായിട്ടിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇന്ന് ഇപ്പോൾ തൊട്ട് ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ നല്ല മഴ വരുന്ന പോലെ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വെയിലൊന്നുമില്ല. ഈ തുണി തന്നെ ഉണങ്ങി കിട്ടിയത് ഞാൻ ഭാഗ്യമെന്നാണ് കരുതുന്നത്. ആക്ച്വലി നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങോട്ട് വെയിലിന് എന്തോ ഒരു മങ്ങിച്ച വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോയിട്ട് തുണികൾ എടുത്തുകൊണ്ട് വന്നു കുളി കഴിഞ്ഞിട്ട്. അത് ഞാൻ മടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത്, ദൈവമേ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഓണാക്കിയതാണ്. കുറച്ച് തുണി മടക്കി വെക്കൽ കഴിഞ്ഞു. അപ്പോൾ പറയായിരുന്നു ശരത്തേട്ടനോട്, എനിക്ക് പണി ചെയ്ത് എന്തോ പോലെ തോന്നുന്നു, കുറേ വിശക്കുന്നു, പിന്നെ എങ്ങനെ ഒരു എന്തുവാ ഇങ്ങനെ സിനിമയൊക്കെ കാണാനായിട്ട് തോന്നുന്നു എനിക്ക്. അപ്പം ഞാൻ മോഹൻലാലിൻ്റെ പേര് കുറേ ദിവസമായി ശരത്തേട്ടനോട് പറയുന്നു, നമുക്ക് പോയി കാണാം. ഇവിടെയാണെങ്കിൽ ചിലപ്പം ചില നല്ല സിനിമകളൊക്കെ ആണെങ്കിൽ 1 മാസമൊക്കെ എങ്ങനെ പോയാലും കളിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരത്തേട്ടനോട് പറഞ്ഞിട്ട് സിനിമയ്ക്ക് പോകാമെന്ന്. ശരത്തേട്ടനും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ നേരിനെ കുറിച്ചിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ
സംസാരത്തിൽ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം പോയിട്ട് കാണണമെന്ന് അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ എങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ജോലിയെല്ലാം ചെയ്തിട്ട് എന്തോ പോലെ. ശരത്തേനാണെങ്കിൽ ഇത്തവണ എനിക്ക് ഒന്നും അങ്ങോട്ട് ഹെൽപ്പൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ശരത്തേനാണ് ഈ കുട്ടികളുടെ റൂമിലത്തെ ജനാലയൊക്കെ തുടച്ചതിട്ട് ഇന്നലെ. അപ്പോൾ ഞാൻ ഈ റൂമിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ശരത്തേട്ടൻ അതൊക്കെ തുടച്ച് തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശരത്തേട്ടൻ ഇങ്ങനെ കുറേ ഡ്രൈവ് ചെയ്ത് വന്നിട്ടാണോ എന്തോ ഭയങ്കര പുറം വേദനയായിരുന്നു ഇന്നലെ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന് എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം, വെറുതെ കൂടുതൽ ഇതാക്കണ്ടത്. അപ്പം ഇന്നൊരു ദിവസം മൂപ്പര് നല്ലോണം റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി വേദനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു, സുഖമായിട്ടുണ്ട് എന്ന് പറയുന്നു കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് എന്നാൽ പിന്നെ സിനിമയ്ക്ക് വെച്ചടിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ ഇപ്പം പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ സിനിമയ്ക്ക് പോകാനുള്ള പുറപ്പാടാണ്. ശരത്തിൻ്റെ ടീഷർട്ടൊന്നും ഞാൻ മടക്കില്ല, നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ എന്താ പറയുക, ഈ സാധനത്തിന് എന്തെന്ന് പറയാ, ഹാങ്ങർ. ചില സമയത്ത് എത്ര ഈസി ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിലും വായിൽ വരില്ല. അപ്പോൾ ഹാങ്ങറിൽ തൂക്കി ഇടാമെന്ന് തൂക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പം അത് കാരണം കൊണ്ട് അത് മടക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കാം. അയ്യോ, ഇനി ഈ സെറ്റ് ഇടുമ്പോഴത്തേക്കും വെയിലില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊന്ന് ആറിയിട്ട് എടുക്കാനുള്ള സമയമൊന്നും ഇന്നിനില്ല. അപ്പം എന്താണെങ്കിലും അലക്കി കൊണ്ടുപോയി വിരിച്ചിടാം. സിനിമ രാത്രിയാണ് കേട്ടോ. അപ്പോൾ ശരത്തേട്ടൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പോയി വന്നിട്ട് നമുക്ക് പതുക്കെ സിനിമയ്ക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഞാനപ്പം ഫുഡ് ഇപ്പം എന്താ ചെയ്യണ്ടതെന്ന് ആലോചിക്കുന്നത്. കുട്ടികൾക്ക് ചോറും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് പ്രശ്നം. അറിഞ്ഞൂടാ, എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചപ്പാത്തി ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ള മൂഡ് എനിക്കില്ല. ചില ദിവസം അങ്ങനെയാണ്. ഒരു മൂഡിനങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ ജോലികൾ ചെയ്യാനായിട്ട്. പിന്നെ കുറേ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങ് ഡൗൺ ആയി പോകും. ഇന്ന് എന്തോ അങ്ങനത്തെ, അതായത് എനിക്ക് തോന്നുന്നു ഇന്നലെ എനിക്ക് ഇത്രയും ക്ഷീണമില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. നമ്മൾ യാത്ര ചെയ്തിട്ട് വന്ന അന്ന് എനിക്ക് പ്രശ്നം ഉണ്ടാവാറില്ല, സത്യമാണ്. പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഭാഗ്യമാണ് കേട്ടോ ഇന്നലെ ഞാൻ ഈ 2 ബെഡ്റൂമും ഹാളും ചെയ്തത്. ഇന്നലെ എനിക്കറിയായിരുന്നു എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഒരു ഇത് വരും കേട്ടോ, അങ്ങ് ചെയ്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് മുഴുവൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എൻ്റെ മനസ്സ് ഇങ്ങനെ പറയും. മനസ്സ് എന്ത് പറഞ്ഞോ എൻ്റെ കാര്യത്തിൽ അത് അച്ചട്ടാണ്, അത് അങ്ങനെ നടക്കാറുണ്ട്. അത് കാരണം കൊണ്ട് ഇന്നലെ എൻ്റെ മനസ്സ് പറഞ്ഞു, മോളെ നീ വന്ന് ഇരിക്കാനായിട്ട് നിൽക്കണ്ട, വേഗം നിന്റെ ജോലികൾ ചെയ്തോന്ന്. അപ്പം അന്നേരം ആ തോറ്റത്തിന് ഞാൻ ആ 7:30-8 മണി സമയത്ത് അങ്ങോട്ടാ വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് അതൊക്കെ തീർത്തു. 1 മണിക്കൂറിൽ ഇതെല്ലാം ചെയ്തിട്ട് ഞാനും ശരത്തേനും ഒരു 9:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. കുളിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയ ഇന്നലെ തലയെല്ലാം കഴുകി ഷാമ്പൂട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇളക്കി. എൻ്റെ തലമുടി മുഴുവൻ ഉണ്ടല്ലോ ഇങ്ങനെ ഒരുമാതിരി ഡ്രൈ ആയിട്ട്. ഞാൻ എല്ലാ ദിവസവും അവിടെ തല കുളിക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിക്കപ്പോഴും പോകുന്നത് അമ്പലങ്ങളായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് തല കുളിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും നമ്മളിങ്ങനെ വിയർത്തിട്ടേ പുറത്തൊക്കെ പോയി ഇങ്ങനെ കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും നല്ലതായിട്ട് വിയർക്കും. അപ്പോൾ അടുത്ത ദിവസം കുളിക്കുമ്പോഴും ഞാൻ ഷാമ്പു ഇടും. വെറുതെ വെള്ളം വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല, ഷാമ്പു ഇട്ട് തല കഴുകുന്നു. അങ്ങനെ 3-4 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഷാമ്പു ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഡ്രൈ ആയിപ്പോയി. അപ്പം ഞാൻ ഇന്നലെ ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കുന്ന നേരത്തെ ഒരു തുള്ളി എണ്ണ, കുളി കഴിഞ്ഞിട്ട് ഒരു തുള്ളി എണ്ണ എടുത്ത് ഇങ്ങനെ ചെടാന്ന് ഇവിടെയൊക്കെ ഒന്ന് തേച്ചായിരുന്നു കേട്ടോ. അതാണ് ഈ ഒട്ടിയിരിക്കുന്നത്. പിന്നെ ഇനി എന്താ, കുറച്ച് നല്ല ഏതെങ്കിലും ഒരു ഹെയറിൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയുക ക്രീമോ എന്തെങ്കിലും ഒന്ന് സ്പായോ എന്തെങ്കിലും ഒന്ന് എടുത്ത് തലയിൽ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈനെസ് അങ്ങോട്ട് പോവില്ല കേട്ടോ. അപ്പോൾ പിക്കുമോൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കുകയാണ്. ഞാൻ സ്പീഡിൽ ചെയ്യട്ടെ, ഇങ്ങനെ ടൈം ഇങ്ങനെ വെറുതെ പോവും. നിങ്ങളോട് സംസാരിച്ചിട്ടേ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. ഇനി ഞാൻ കട്ട് ചെയ്യാൻ കുറേ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് സംസാരം നിർത്തിയിട്ട് ഞാൻ പെട്ടെന്ന് ശർപ്പടാന്ന് നമ്മുടെ തുണി മുഴുവൻ മടക്കി വെക്കട്ടെ കേട്ടോ. നമ്മൾ
മടിച്ചാണോ എന്നറിയണമെങ്കിൽ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ എടുത്തുകൊണ്ട് വരുന്ന തുണികൾ അപ്പം തന്നെ മടക്കി വെക്കുന്നുണ്ടോ ഇല്ലയോ, അതോ 1 2 ഒരാഴ്ചയോ ഒക്കെ അവിടെ തന്നെ കിടക്കുമോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ മടിച്ചാണോ അല്ലേ എന്നുള്ളത്. എന്താണെങ്കിലും അങ്ങനെ ഒരു മടിച്ചാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് അന്നന്ന് എടുക്കുന്ന തുണികൾ അന്നന്ന് തന്നെ മടക്കി അതാത് സ്ഥാനത്തേക്ക് ഞാൻ എടുത്തു വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ അത് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിരികളൊക്കെ ഇതുപോലെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ സിപ്പൊക്കെ ഉള്ളത്. ഇത് ഞാൻ ഐക്യയിൽ നിന്ന് മേടിച്ചതാണ്, നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിലേക്കാണ് ഈ ബെഡ്ഷീറ്റ് അങ്ങനത്തെ വലിയ തുണികളൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അതാകുമ്പോൾ നല്ല വൃത്തിയിൽ ഇരിക്കുകയും ചെയ്യും, കാണാനും ഭംഗിയാണ്. ഇനി ഐക്യ പോയിട്ട് വേണം ഇതുപോലെയൊക്കെ കുറേ വാങ്ങിച്ചുണ്ടാക്കുന്നതൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ കേട്ടോ, റൂമൊക്കെ ഞാൻ നല്ല നീറ്റാക്കിയിട്ടാണ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്നും ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ വഴി പോകുന്ന വഴിക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് മക്കളുടെ റൂമിലത്തെ ബെഡാണ് കേട്ടോ. അപ്പോൾ അതും നല്ല നീറ്റാക്കി വിരിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഈ നേരമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞേക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇച്ചിരി തൈര് ഉണ്ടാക്കാമെന്ന് കേട്ടോ. കുറേ നാളുകളായിട്ട് തൈര് ഇങ്ങനെ മിൽക്കി മിസ്റ്റിൻ്റെ വാങ്ങിക്കുകയും ചെയ്യാറുള്ളത്. ഞാൻ തൈര് ഉണ്ടാക്കി അത്ര നന്നാവാറില്ല, ശരിയാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ട്രിപ്പൊക്കെ പോയപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് തൈരായിരുന്നു കേട്ടോ. നല്ല കട്ട തൈര്, മക്കൾക്കൊക്കെ ചോറിൽ കൂട്ടി പരട്ടി. വേറെ കറികളൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്ത കാരണം കൊണ്ട് ഉച്ചയ്ക്കൊക്കെ കിട്ടുന്ന ഫുഡിൻ്റെ കൂടെ നമ്മൾ തൈരാണ് ജാസ്തി കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഒന്നും വരരുത് എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ തൈര് മസ്റ്റായിട്ട് ഉച്ച നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം തൈര് കഴിക്കാനായിട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു വൈ നോട്ട്, എന്തുകൊണ്ട് എനിക്ക് വീട്ടിലുണ്ടാക്കി കൂടാ എന്നൊരു ചിന്ത വന്നിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് 1-2 പ്രാവശ്യം അത്രയും കൊണ്ട് കട്ട തൈര് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ചിലപ്പോൾ എനിക്കറിയാണ്ടായിരിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത്തവണ മനസ്സിൽ വിചാരിച്ചു കുട്ടികൾ കഴിക്കുന്നുണ്ട്, അപ്പോൾ വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇച്ചിരി പാല് ഞാൻ ഇവിടെ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വിരലിങ്ങനെ മുക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണ ഒരു ചൂട് മതി എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ് പഠിപ്പിക്കണമെന്നില്ല, കാരണം എനിക്ക് അത്ര അറിയില്ല കേട്ടോ. അപ്പം ഞാനൊരു പാക്കറ്റ്, ഇത് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ രാമേശ്വരത്തൊക്കെ പോയപ്പോൾ വാങ്ങിച്ച വളയാണ്. ഇപ്പം അവിടെ അങ്ങനെ ഒതുക്കി പറക്കടേൻ്റെ ഇടയിൽ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാനതെടുത്ത് കയ്യിലിട്ടിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വന്നത്, തൈര് ഇച്ചിരി പാൽ ഇത്തിരി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വിരൽ മുക്കിയാൽ നമുക്ക് ആ ഒരു ചൂട വേണ്ടോ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തെ ആൻറ്റിയോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ കേട്, ഇത് ശരിക്കും പുളിയുള്ള കേട് വേണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കറിഞ്ഞൂടെ ഇവിടെ കിട്ടുന്ന കേട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിന് ഒരു കണക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 2-3 ടീസ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇവിടെ വെക്കാം. അതൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്, അത്ര മതി. എന്നിട്ട് ഞാൻ അടച്ചിട്ട് ഓവൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. ഇനി ഇത് എനക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഓവൻ്റെ ഉള്ളിലത്തെ ഒരു ലൈറ്റ് ഇട്ടിട്ട് ഒരു 8 അവർ ഇത് വെക്കാൻ പോവാണ്. പുറത്ത് വെച്ചാലും ശരിയാവായിരിക്കും, എന്നാലും എനിക്കൊരു പേടി. ഓവനുള്ള സ്ഥിതിക്ക് അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് ഇട്ടിട്ട് നമുക്കിത് വെക്കാം. അങ്ങനെ തൈരിൻ്റെ പരിപാടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാവുകയാണെങ്കിൽ ഞാനെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് നല്ല കട്ടിയുള്ള തൈര് വീട്ടിലുണ്ടാക്കണം എന്നുള്ളത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു, അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആയിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി ഞാൻ കുറച്ച് ഐറ്റംസ് നമ്മൾ ഈ പോയ യാത്രയിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ഷോപ്പിംഗ് സ്ഥലങ്ങളൊന്നുള്ള ഏരിയ ഒന്നും ആയിരുന്നില്ല കേട്ടോ. അത്ര ഷോപ്പിങ്ങിനുള്ള വകയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കാണാനും എൻജോയ് ചെയ്യാനും മാത്രമായിരുന്നു ഇപ്രാവശ്യത്തെ യാത്രയിൽ സാധിച്ചത് കേട്ടോ. എന്നാലും കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനൊന്ന് എൻ്റെ ഐറ്റംസ് കാണിച്ചു തരാമെന്ന് വെച്ചപ്പോൾ ശരത്തേട്ടൻ ഇവിടെ ഭയങ്കര കൊട്ടും പാട്ടും പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഓണാക്കുന്നു, ഓഫ് ചെയ്യുന്നു. ഞാനിത് എന്താണെന്ന് വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് കാര്യം മനസ്സിലായത്. നമ്മുടെ ഫിഷ് ടാങ്ക്, ഫിഷ് ബൗളിന് ഉള്ളിലേക്ക് ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയൊരു കലങ്ങലൊക്കെ ഉണ്ട്, പെട്ടെന്ന് കലങ്ങി പോകുന്നുണ്ട് വെള്ളം. അപ്പോൾ മേ ബി ഇത് കുഴൽക്കിണർ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇതിനകത്ത് പുതിയൊരു ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട് ഇവർക്ക് സുഖമായിട്ട് നല്ല വെള്ളത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫിൽറ്റർ വെക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അവിടെ നിന്ന് പറക്കിക്കൊണ്ട് വന്ന ഷെല്ലും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇപ്പോൾ നിരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു കടലിൻ്റെ അനുഭൂതി അവർക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ശരത്തരം പുതിയ മീനിനെ 2 പേരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തനക്കുട്ടീനെ കഴിഞ്ഞും ഇൻട്രസ്റ്റ് ഈ വക കാര്യങ്ങളിൽ ശരത്തേട്ടനാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതിനെ പുതിയ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കട്ടെ ഇത് എന്താണെന്നുള്ളത്. ഇതെന്ത് ഫുഡാണ് മുത്തേ? മീനിൻ്റെ ബിരിയാണി. മീനിൻ്റെ ബിരിയാണി. ബിരിയാണിയായിട്ട് പുഴുവിൻ്റെ ചായ ആണല്ലോ. ഓ വേമാണോ? ബ്ലഡ് വാം എന്ന് പറയാം. അത് ശരി. കാണിച്ച് രാജാ രാജാ ഫ്രീസ് ഡ്രൈഡ് ബ്ലഡ് വേംസ് കാണിച്ച ഉള്ളിൽ കാണിച്ചേ. അങ്ങനെ ബിരിയാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഇവരറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റും ഇല്ല. ആരുണ്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നാൽ ഇവിടെ കിട്ടും. ഇങ്ങനെ വന്നാൽ ഹലോ കിഡ്സ്, മേലേക്ക് നോക്കൂ. ഇപ്പം പോയി ഈ മഞ്ഞയ്ക്ക് ഇപ്പം ആക്രാന്തം ഇല്ലാണ്ടായില്ലേ ഈ മീന്. ആ മഞ്ഞയ്ക്ക് ഇപ്പം ആക്രാന്തം ഇല്ലാണ്ടായി. മറ്റേത് അതിനൊരു ആക്രാന്തായിരുന്നു. ആയിരിക്കാം, അവരുടെ ടൈമല്ല ഫുഡിന്. വരുമായിരിക്കും. പുതിയ ആളെ കാണാൻ നല്ല രസമുണ്ട്. വെള്ളം ശരിക്കും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇത് ഞാൻ നമ്മുടെ മൂകാംബികയിൽ നിന്ന് വാങ്ങിച്ച ഒരു ബെല്ലാണ് കേട്ടോ. നല്ല സൗണ്ട് ഉള്ള ഒരു ബെല്ല് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 400 രൂപയാണ് വിലയായത്. ഓടിൻ്റെ ആണ് കേട്ടോ. പിന്നെ 2 കുങ്കുമം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 കുങ്കുമച്ചെപ്പ് മേടിച്ചു. ഇതിൻ്റെ റേറ്റ് 90 രൂപയാണ്. ഇതിന് 80 രൂപ കേട്ടോ. ഞാനിത് മെയിനായിട്ട് ഇത് രണ്ടും പൂജാ റൂമിൽ വെക്കാനാണ് വാങ്ങിച്ചത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചന്ദനം ഇട്ട് വയ്ക്കാം, ഭസ്മം ഇട്ട് വയ്ക്കാം. ഇതെൻ്റെ കുങ്കുമം ഇട്ട് വയ്ക്കാം. അപ്പം ഞാൻ മൂകാംബികയിൽ നിന്ന് ഇതുപോലെ കുങ്കുമത്തിൻ്റെ ബോക്സ് പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പെട്ടി കുങ്കുമം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിട്ട് വയ്ക്കാം. അത് കൂടാണ്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് പൂജിച്ചതായിട്ടുള്ള കുങ്കുമം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വാങ്ങിച്ചത്. പിന്നെ മൂകാംബികയിൽ നിന്ന് വാങ്ങിച്ചൊരു സംഭവമാണ് ഇത്. നമ്മുടെ ദേവിയുടെ മുഖമാണ് കേട്ടോ. ഇത് ഏതെങ്കിലും ചുമരിൽ നമുക്കിങ്ങനെ തൂക്കി വെച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് 250 രൂപയാണ്. അപ്പോൾ ദേവിയുടെ ഈ ഒരു മുഖം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ദേവിയുടെ മുഖം. അപ്പോൾ ആ മുഖം വെച്ചിട്ട് വയ്ക്കാം. പിന്നെ ഞാൻ മൂകാംബികയിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, 70 രൂപയുടെ മാലയാണ് കേട്ടോ. ഇത് ഞാൻ കൃഷ്ണനോ അല്ലെങ്കിൽ നടുക്ക് നമ്മുടെ ശിവന്റെ ഫോട്ടോയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് 70 രൂപ ആയുള്ളൂ. നല്ല ഒതുക്കുള്ള മാല, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനൊരു മാലയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് കൃഷ്ണനോ അല്ലെങ്കിൽ ഭഗവാനെ ശിവന്റെ ഫോട്ടോയിലോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ താനക്കുട്ടിക്ക് ഒരു 3-4 ജോഡി മാല വാങ്ങിച്ചു. ഒരെണ്ണം അവൾ ഇട്ടേക്കുവാണ്, ബാക്കി ഇതൊരു 3 കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് നമുക്ക് മൂകാംബികയിൽ വന്നപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാനായിട്ട് കിട്ടിയത് കേട്ടോ. ബാക്കി എല്ലായിടത്തും കണക്കായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 2-3 മാല അവൾക്ക് വേണ്ടിയിട്ട്. ഇനി ഉടുപ്പിയിലേക്ക് പോയിട്ട് ഉടുപ്പിയിൽ നിന്ന് ഞാൻ ഉടുപ്പി കൃഷ്ണനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ വരെ പോയിട്ട് നമ്മൾ കൃഷ്ണനെ വാങ്ങാണ്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കൃഷ്ണനും രാധയാണ് കേട്ടോ ഇത്. അങ്ങനെ കൃഷ്ണനെയും രാധയും. അപ്പം അത് വെക്കാനായിട്ട് ഒരു തട്ട് അവർക്ക് ഒരു ഇരിപ്പിടവും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 50 രൂപ, ഇതിന് 120 രൂപയോ മറ്റാണ് ആയത്. അപ്പോൾ ഒരു കൃഷ്ണനും രാധയും. പിന്നെ ഉടുപ്പിയിൽ തന്നെ ഈ മൈസൂർ സാൻഡൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഈ സാൻഡൽ ചന്ദനത്തിന് മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം. എനിക്കൊരു ഡിവൈൻ സ്മെല്ലായിരുന്നു കേട്ടോ ഇതിന്. അപ്പം അങ്ങനെ ഒരു പാക്കറ്റിന് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ നെൽക്കതിറിൻ്റെ കുല, ഇതിന് വേറെ എന്താ പറയാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഗുരുവായൂരൊക്കെ പോയിട്ട് ഭയങ്കര റേറ്റ് പറഞ്ഞിട്ട്, തല അറക്കുന്ന റേറ്റ് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സാധനമാണ്. ഇതിനിവിടെ 300 രൂപയാണ് ആയത് കേട്ടോ.
അപ്പോൾ വലുതൊക്കെ കണ്ടു 800 രൂപ 900 റുപ്പീസിൻ്റെയൊക്കെ കണ്ടു. അത്ര വലുതിൻ്റെ ആവശ്യം എനിക്കില്ലായിരുന്നു. എനിക്ക് നല്ല ഒതുക്കത്തിലുള്ള ഒരെണ്ണം മതി, നല്ല തിക്കായിട്ട് വെച്ചിട്ടുള്ളത് ഒരെണ്ണം മതി എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഒരെണ്ണം കിട്ടി. അപ്പോൾ ഞാൻ അത് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അതുപോലെ ഈ ചന്ദനത്തിരി കുത്തി വയ്ക്കാനായിട്ടുള്ളൊരു പാത്രം, ഇത് ചന്ദനത്തിരി കുത്തി വെച്ച് ഇതിലേക്ക് വീഴുമെന്നാണ് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 40 രൂപയുടെ ഒരു പാത്രമാണ് കേട്ടോ. 40 രൂപയാണ് ആയതെന്ന് തോന്നുന്നു. അതെ, 40 രൂപയാണ് ഇതിനായത്. 5 തിരി നമുക്ക് കുത്തി. പിന്നെന്താ, പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. ഇതുപോലെ ഒരു കുഞ്ഞു ലോട്ടസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ വെള്ളം പാത്രം വയ്ക്കില്ല, അപ്പോൾ അതിനകത്ത് ഇടാമെന്ന് വെച്ചിട്ട് ഒരു ചെറിയ ലോട്ടസ് മേടിച്ചതാണ് കേട്ടോ. ഇത്രയൊക്കെ ഐറ്റംസ് ഞാൻ മേടിച്ചുള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും അവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കന്യാകുമാരിയൊക്കെ പോയ പോലെ തന്നെ ഈ എന്താ പറയുക, ഷെല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇരുന്നിരുന്നത്, ശംഖും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചാലാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ. വളരെ കുറവ് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. പിന്നെ എന്താണ്, പിന്നെ ഒരു കുങ്കുമത്തിൻ്റെ പാത്രം ഞാൻ നമ്മുടെ ജോലിക്ക് വരുന്ന കുട്ടിക്ക് കൊടുത്തയച്ചു കേട്ടോ. പിന്നെ പിക്കൂനും തനുവിനും കുറച്ച് ടോയ്സ് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ബോറടിക്കണമെന്ന് പറഞ്ഞിട്ട് 1-2 ടോയ്സ് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്രേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അപ്പം ഇനി പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇരിക്കാനായിട്ട് പോകണം. ഇപ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പണികളുടെ ആണോ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്. എനിക്കൊരു സിനിമ കാണാനുള്ള മൂഡ് ഉണ്ട്. കാരണം കൊണ്ടാണ് ഞാൻ ശർത്താനും കുത്തിപ്പൊന്തിച്ച് നേര് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നേര് നല്ല മൂവിയാണെന്ന് പറഞ്ഞ് റിവ്യൂ കേട്ട കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇത് ഇവിടുന്ന് പോണേറ്റ് മുന്നേ പോയി കാണണം എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോവില്ലായിരുന്നു. ഇന്ന് പക്ഷെ ഭയങ്കര ഒരു ജോലികളൊക്കെ തീർത്ത് വീടൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരുന്ന ഒരു സന്തോഷമാണോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് നേര് കാണാനായിട്ട് തോന്നി. ഞാൻ പറഞ്ഞപ്പോൾ ശരി പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പോയിട്ട് ഫുഡൊക്കെ കൊടുക്കട്ടെ. അതിന് ഇനി ഒരു അരമണിക്കൂർ അതിന് പോകും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പോട്ടെ, ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി അതത് സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് പോയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരത്തോടുകൂടി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വൻ ജനത്തിരക്കായിരുന്നു. ലാലേട്ടൻ്റെ പടം ആയതുകൊണ്ടാണോ എന്തോന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ശരത്തേട്ടൻ ഒരു കോഫി കുടിച്ചു. ഞാൻ ഡിന്നർ കഴിക്കാത്ത കാരണം കൊണ്ട് ഒരു ചിക്കൻ്റെ റോള് മേടിച്ചു. പിള്ളേരും എല്ലാം നല്ല തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നത്. അങ്ങനെ നേര് കണ്ടു. അടിപൊളി പടമാണ്. എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം. ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.